കാലീനരായ ജീവിച്ചിരിപ്പുണ്ടായിരുന്ന എല്ലാ മുസ്ലിം പണ്ഡിതന്മാരും ജമാലുദ്ദീൻ അഫ്ഗാനിക്കെതിരെ തിരിയുകയും മുസ്ലിം സമുദായം ഇളകിവശ ആവുകയും അതിന്റെ പേരിൽ തന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കാതെ ജമാലുദ്ദീൻ അഫ്ഗാനി പിന്തിരിയുകയും ചെയ്തു എന്നാണ് ഉമറുദ്ദസൂഖി അദ്ദേഹത്തിന്റെ ഫിൽ അദബിൽ ഹദീസി എന്ന പുസ്തകത്തിന്റെ ഗ്രന്ഥത്തിന്റെ 276 പേജിൽ സഹോദരങ്ങളെ വിശദീകരിക്കുന്നത്. അപ്പോൾ വഹാബിസത്തിന്റെ മാതൃകയായി അവതരിപ്പിക്കപ്പെടുന്ന ജമാലുദ്ദീൻ അഫ്ഗാനി അദ്ദേഹം സർവമത സത്യവാദിയായിരുന്നു. ഈ സർവമത സത്യവാദിയിൽ നിന്ന് ആദർശം സ്വീകരിച്ചുകൊണ്ടാണ് കേരളത്തിൽ വഹാബിസം തൗഹീദിന്റെ പേരിൽ, ഇബാദത്തിന്റെ പേരിൽ സഹോദരങ്ങളെ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കുകയും മുസ്ലിമീങ്ങളെ ചിത്രീകരിക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന കാര്യം ഞാൻ എന്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. രണ്ടാമത്തെ നേതാവാരാണ്? മുഹമ്മദ് അബ്ദു. മുഹമ്മദ് അബ്ദുവിൽ നിന്നാണ് ഞാൻ തൗഹീദ് പഠിച്ചത് എന്ന് വെളിയങ്കോട് ഉമർ മൗലവി അദ്ദേഹത്തിന്റെ സൽസബീലിൽ എഴുതിയിട്ടുണ്ട്. എനിക്ക് 3 ഉസ്താദുമാരാണുള്ളത്. എന്റെ ഹിദായത്തിന് കാരണമായി തീർന്ന 3 ഉസ്താദുമാർ. ഒന്ന് കൂട്ടായി അബ്ദുള്ള ഹാജി, മറ്റൊന്ന് മുഹമ്മദ് അബ്ദു, മൂന്നാമത്തെ വ്യക്തി റഷീദ് റിള. ഈ 3 ഉസ്താദുമാരുമാണ് എന്റെ ഹിദായത്തിന് കാരണം എന്ന് ഉമർ മൗലവി അദ്ദേഹത്തിന്റെ സൽസബീലിൽ എഴുതുന്നു. എന്നാൽ ഈ മുഹമ്മദ് അബ്ദു സഹോദരങ്ങളെ തികഞ്ഞ മദ്യപാനിയും സ്ത്രീലമ്പടനും പാശ്ചാത്യ പ്രമത്തനും മതവിരുദ്ധനും മുഅ്ജിസത്ത് ഹദീസുകളുടെ നിഷേധിയും നിസ്കാരം പോലും നിരന്തരമായി ഉപേക്ഷിക്കുകയും ചെയ്തിരുന്ന ഏറ്റവും വലിയ തെമ്മാടിയായിരുന്നു എന്ന കാര്യം നാം മറക്കാൻ പാടില്ല. വഹാബിസം വിചാരണ ചെയ്യപ്പെടുമ്പോ വഹാബിസം കേരളത്തിൽ മുളപ്പിച്ച അല്ലെങ്കിൽ ആ വിത്ത് ഏതൊരു കേന്ദ്രത്തിൽ നിന്നാണോ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യപ്പെട്ടതെങ്കിൽ ആ കേന്ദ്രത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം. മുഹമ്മദ് അബ്ദു തികഞ്ഞ കുടിയനായിരുന്നു, വ്യഭിചാരിയായിരുന്നു, നിസ്കാരം ഉപേക്ഷിക്കുന്ന വ്യക്തിയായിരുന്നു, ലോകം കണ്ട ഏറ്റവും വലിയ തമ്മാടിയായിരുന്നു. വഹാബിസത്തിന്റെ പ്രചാരകരും പ്രവർത്തകരും അതിന്റെ വക്താക്കളുമായ ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഞാൻ മാന്യമായി ചോദിക്കുന്നു, ലോക ചരിത്രത്തിൽ ഇത്രയും വലിയ ഒരു മുസ്ലിം തമ്മാടിയെ കാണിച്ചു തരുവാൻ സഹോദരങ്ങളെ ആർക്കും സാധ്യമല്ല. അത്രയും വലിയ തമ്മാടിയായിരുന്നു മുഹമ്മദ് അബ്ദു. അദ്ദേഹത്തിന്റെ പേരിൽ വഹാബികൾ ഒരുപക്ഷെ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പല സ്ഥലത്തും എഴുതി വെച്ചിട്ടുണ്ടാകാം. തങ്ങൾ ആദർശം സ്വീകരിച്ച വ്യക്തി ഒരു മാന്യനാണ്, ബഹുമാന്യനാണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് വഹാബിസത്തിന്റെ ആവശ്യവുമായിരിക്കാം. പക്ഷേ മുസ്ലിം ലോകം അത് സമ്മതിച്ചിട്ടില്ല എന്ന കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മുഹമ്മദ് അബ്ദുവിന്റെ കാലത്ത് ജീവിച്ച ചരിത്ര പണ്ഡിതനും ലോകത്ത് അറിയപ്പെട്ട വലിയ മഹാനുമാണ് അല്ലാമ യൂസുഫ് നബ്ഹാനി. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഖസീദത്തുർ റായിയ എന്ന ഗ്രന്ഥത്തിൽ മുഹമ്മദ് അബ്ദുവിനെ കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. മുഹമ്മദ് അബ്ദുവിന്റെ ചരിത്രം അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് യുആശീറു നിസ്വാനൻ നസ്വാറാ വലാ യറാ ബിദാലിക മിൻ കസിൻ ബിദാലിക മിൻ ബസിൻ വഇൻ കശഫ സിത്റാ. മുഹമ്മദ് അബ്ദുവിനെ കുറിച്ച് അദ്ദേഹം പാടുകയാണ്, യുആശീറു നിസ്വാനൻ നസ്വാറാ വലാ യറാ ബിദാലിക മിൻ ബസിൻ വഇൻ കശഫ സിത്റാ വയഅകൂലു മഅഹും കുല്ലമാ യഅകുലൂനഹു വയശ്റബുഹാ ഹംറാ ഇൻ ശാഅ സഫറാ ويفتي به للمسكرات جميعها إذا هي بالأسماء خالفت الخمراء ويأكل مخنوقا ويفتي به لئلا يقولوا إنه ارتكب البزرا
വതഹലീലുഹു ബിഇസൽ ബറാനീതി വൽരിബ ബിഹി ബഅദു അഹ്ലിൽ ഇൽമി ഖദ് അൽഹഖൽ കുഫ്റാ. സമകാലീനരായ പണ്ഡിതന്മാർ നാസറുദ്ദീൻ അൽബാനിയെ കുറിച്ച് പറഞ്ഞത് യുആശീറു നിസ്വാത്തിൻ നസാറാ വലാ യറാ. ഇദ്ദേഹം യുആശീറു ഈ മുഹമ്മദ് അബ്ദു ബന്ധപ്പെട്ടിരുന്നു, ഇടപഴകിയിരുന്നു നിസ്വാനിൻ നസാറ സ്ത്രീകള് ക്രൈസ്തവ വനിതകളുമായി, ക്രിസ്ത്യൻ പെൺകുട്ടികളുമായി ശയിക്കുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രധാന പരിപാടി. വലാ യറാ ബിദാലിക, അങ്ങനെ ക്രൈസ്തവ സ്ത്രീകളുമായി ശയിക്കുന്നതിന് അദ്ദേഹം കണ്ടില്ല മിൻ ബഅസിൻ, ഒരു വിരോധവും കണ്ടില്ല. യാതൊരു വിരോധവും കൂടാതെ ക്രൈസ്തവ വനിതകളോടൊപ്പം ശയിക്കുകയും വൈൻ കശഫ സിത്ര, അത് അടിവസ്ത്രം ഉരിഞ്ഞുകൊണ്ടാണെങ്കിലും വസ്ത്രം പാടെ ഉരിഞ്ഞു മാറ്റി ക്രൈസ്തവ വനിതകളോടൊപ്പം ശയിക്കുന്നതിന് യാതൊരു വിരോധവും കാണാതിരുന്ന വ്യക്തിയാണ് മുഹമ്മദ് അബ്ദു എന്ന് അല്ലാമ യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അൽ ഖസീദത്തുർ റായിയ എന്ന ഗ്രന്ഥത്തിന്റെ 216-ാമത്തെ പേജിൽ വിശദീകരിക്കുന്നു. അതുകൊണ്ട് തീർന്നില്ല. അദ്ദേഹം തുടർന്ന് പറയുന്നു, വയഅകൂലു മഅഹും കുല്ലമാ യഅകുലൂനഹു, ക്രൈസ്തവ വനിതകളോടൊപ്പം അവര് ഭക്ഷിക്കുന്നതൊക്കെ ഇദ്ദേഹവും ഭക്ഷിക്കും. ക്രൈസ്തവ സ്ത്രീകളോടൊപ്പം അവരെന്താ ഭക്ഷിക്ക? ക്രൈസ്തവര് പന്നി ഭക്ഷിക്കും, ചിലപ്പോ ചത്തത് ഭക്ഷിക്കും, അങ്ങനെ എല്ലാം ഭക്ഷിക്കും. ആ ക്രൈസ്തവ വനിതകൾ ഭക്ഷിക്കുന്നതൊക്കെയും ഇദ്ദേഹം ഭക്ഷിക്കും. വയശ്റബുഹാ ഹംറാ ഇൻശാഉ സഫ്റാ, മഞ്ഞ നിറത്തിലുള്ളതും ചുവന്ന നിറത്തിലുള്ളതൊക്കെ ഇയാൾ കുടിക്കും. മഞ്ഞ നിറത്തിലുള്ളതും ചുവന്ന നിറത്തിലുള്ളതും എല്ലാം ഇയാൾ കുടിക്കും. അത് ഒരു സൂചനാരൂപത്തിൽ പറഞ്ഞിട്ട് പിന്നീട് നബ്ഹാനി പറയുന്നു, വയുഫ്തി ബിഹില്ലിൽ മുസ്കിറാത്തി ജമീഇഹാ, എല്ലാ ലഹരിപാനീയങ്ങളും അനുവദനീയമാണ് എന്ന് മുഹമ്മദ് അബ്ദു ഫത്വ കൊടുത്തിരുന്നു. വയുഫ്തി, മുഹമ്മദ് അബ്ദു ഫത്വ കൊടുത്തിരുന്നു ബിഹില്ലിൽ മുസ്കിറാത്തി ജമീഇഹാ, എല്ലാ ലഹരിപാനീയങ്ങളും അനുവദനീയമാണ്, കള്ള് മൊത്തം അനുവദനീയമാണ് എന്ന് മുഹമ്മദ് അബ്ദു ഫത്വ കൊടുത്തിരുന്നു. ഒരൊറ്റ നിബന്ധനയുള്ളൂ, എന്ത്? ഇദാഹിയ ബിൽ അസ്മാഇ ഖാലഫത്തിൽ ഖംറാ, കള്ള് എന്ന് പേരില്ല ഞാൻ മതി. കള്ള് എന്ന് പേരില്ലാഞ്ഞാൽ എല്ലാ ലഹരി വസ്തുക്കളും അനുവദനീയമാണ് എന്ന് ഇദ്ദേഹം ഫത്വ കൊടുത്തിരുന്നു. അപ്പൊ ചാരായാൽ കുഴപ്പമില്ല, വിസ്കി ആയാൽ കുഴപ്പമില്ല, ബ്രാൻഡി ആയാൽ കുഴപ്പമില്ല, എന്തൊക്കെ പേരിലാണ് ഇപ്പൊ ലഹരി പദാർത്ഥങ്ങൾ ലോകത്തുള്ളത്. ആ ലഹരി പദാർത്ഥങ്ങളൊക്കെയും അനുവദനീയമാണ് എന്ന് പറഞ്ഞ് ഈ തമ്മാടി ഫത്വ കൊടുത്തിരുന്നു എന്ന് അല്ലാമ യൂസുഫ് നബ്ഹാനി തന്റെ അൽ ഖസീദത്തുർ റായിയ എന്ന ഗ്രന്ഥത്തിന്റെ 217-ാമത്തെ പേജിൽ വിശദീകരിക്കുന്നു. മാത്രമല്ല, വയഅകൂലു മഖ്നൂഖൻ വയുഫ്തി ബിഹില്ലിഹി, വയഅകൂലു മഖ്നൂഖൻ, ഈ മനുഷ്യൻ ശവം തിന്നിരുന്നു, ശവം തിന്നിരുന്നു, വയുഫ്തി ബിഹില്ലിഹി, ശവം തിന്ന മാത്രല്ല അത് അനുവദനീയമാണ് എന്ന് ഫത്വ കൊടുത്തിരുന്നു. ശവം ഭക്ഷിക്കുകയും ആ ശവം ഭക്ഷിക്കൽ അനുവദനീയമാണ് എന്ന് ഇദ്ദേഹം ഫത്വ കൊടുത്തിരുന്നു. എന്തിനാ അനുവദനീയെന്ന് ഫത്വ കൊടുക്കുന്നത്? യൂസുഫ് നബ്ഹാനി പറയുന്നു, ലിഅല്ലാ യഖൂലു ഇന്നഹു ഇർതകബൽ വിസ്റാ, ലിഅല്ലാ യഖൂലു, ജനങ്ങൾ പറയാതിരിക്കാൻ വേണ്ടി, അന്നഹു, ഇയാള്, ഇർതകബ, ചെയ്തു, അൽ വിസ്റ, ഒരു കുറ്റം ചെയ്തു എന്ന് പറയപ്പെടാ. ശവം തിന്നലെ ഹറാമാവുമ്പോഴല്ലേ? അപ്പൊ തിന്നുന്നതിന് മുമ്പ് ഇയാൾ ഒരു ഫത്വ കൊടുക്കും, എന്ത്? അത് അനുവദനീയാണ്, ശവം തിന്നൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞ് ഫത്വ കൊടുക്കും. അങ്ങനെ ഫത്വ കൊടുത്തതിന് ശേഷം ഈ മനുഷ്യൻ ശവം തിന്നിരുന്നു. യൂസുഫ് നബ്ഹാനി തുടരുന്നു, വതഹലീലുഹു ലുബ്സൽ ബറാനീതി വൽരിബ ബിഹി ബഅദു അഹ്ലിൽ ഇൽമി ഖദ് അൽഹഖൽ കുഫ്റാ, ഈ മനുഷ്യൻ പട്ടുവസ്ത്രം അനുവദനീയമായി പ്രഖ്യാപിച്ചിരുന്നു.
വതഹ്ലീലുഹു ലുബ്സൽ ബറാനീതി വരിബ. ഇദ്ദേഹം പട്ടുവസ്ത്രം അനുവദനീയമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. വരിബ, പലിശയും അനുവദനീയമെന്ന് ഇദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. അവ കള്ളുകൂടി അനുവദനീയമാണ്, പലിശ ഭക്ഷിക്കൽ അനുവദനീയമാണ്, ശവം തിന്നൽ അനുവദനീയമാണ്, പട്ടുവസ്ത്രം ധരിക്കൽ അനുവദനീയമാണ്. ഇങ്ങനെ ഈ മനുഷ്യൻ പ്രഖ്യാപിച്ച കാരണത്താൽ ഇദ്ദേഹം കാഫിറാണെന്ന് വരെ ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇതാ മുഹമ്മദ് അബ്ദു. ഇയാളെ പേരിലാ റഹ്മത്തുള്ളാഹി അലൈഹി കൂട്ടിച്ചെല്ലുന്ന വഹാബികള്. വഹാബിസത്തെ നമ്മൾ കീറി മുറിക്കുമ്പോ, അതിനെ വിചാരണ ചെയ്യുമ്പോ അതിന് വിത്തിട്ട നേതാക്കളെ കുറിച്ച് പഠിക്കണം. നേതാക്കളെ കുറിച്ച് പഠിച്ചാൽ പിന്നെ പ്രസ്ഥാനത്തെ വല്ലാതെ വിചാരണ ചെയ്യേണ്ടി വരൂല. ഒന്നാമത്തെ നേതാവ് ഇതാ മുഹമ്മദ് അബ്ദുവാണ്. ഇയാളാരാ? കള്ളുകുടിയൻ, വ്യഭിചാരി, മദ്യപാനി, പലിശ ഹലാലാക്കിയവൻ, ശവം തിന്നുന്ന വ്യക്തി, ക്രൈസ്തവ വനിതകളോടൊപ്പം കൂത്താടി നടന്നിരുന്ന ലോകം കണ്ട ഏറ്റവും വലിയ തമ്മാടിയാണ് മുഹമ്മദ് അബ്ദു. ഈ മുഹമ്മദ് അബ്ദുവാണ് സഹോദരങ്ങളെ വഹാബിസത്തിന്റെ നേതാവ്. ഇനി എന്തിനാ വഹാബിസത്തെ വിചാരണ ചെയ്യുന്നത്? നോക്കൂ നിങ്ങൾ, അല്ലാമ യൂസുഫ് നബ്ഹാനി വളരെ വിശദമായി ആ കാര്യം പറയുന്നുണ്ട്. നമ്മുടെ സമയത്തിന്റെ പരിമിതി മനസ്സിലാക്കി ഞാൻ ആ ഭാഗം ഒഴിവാക്കുകയാണ്. അദ്ദേഹം വിശദമായി ഈ പേജിൽ മുഴുവനും പറയുന്നത് ഈ മനുഷ്യൻ ജീവിതകാലത്ത് ചെയ്തു കൂട്ടിയ തമ്മാടിത്തരങ്ങളാണ്. ഒരു സ്ഥലത്ത് യൂസുഫ് നബ്ഹാനി പറയുന്നുണ്ട്, ഇദ്ദേഹവും ഞാനും ഒരു സ്ഥലത്ത് കുറെ കാലം ജീവിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ജീവിച്ചു വരുമ്പോൾ ഞാൻ ഇദ്ദേഹത്തിന്റെ മതനിഷ്ഠയെക്കുറിച്ചൊന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ ആളുകൾ കാണും എന്ന് തോന്നിയാൽ ഇയാള് നിസ്കരിക്കും, ആളുകൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നിയാൽ ചിലപ്പോ ഒരു മാസം വരെ അദ്ദേഹം നിസ്കരിക്കാതിരിക്കും. ഇന്നൊരു ദിവസം നിസ്കരിച്ചാൽ പിന്നെ ഒരു മാസം മുമ്പ് നിസ്കരിക്കൂല. ഇതാരാ പറയുന്നത്? സമകാലീനനായ പണ്ഡിതൻ അല്ലാമ യൂസുഫ് നബ്ഹാനി സഹോദരങ്ങളെ മുഹമ്മദ് അബ്ദുവിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുകയാണ്. ഈ മനുഷ്യൻ തികഞ്ഞ മദ്യപാനിയും സ്ത്രീലമ്പടനും പാശ്ചാത്യ പ്രമത്തനും. അതിനും അദ്ദേഹം ഉദാഹരണം പറയുന്നുണ്ട്. ഈ മനുഷ്യൻ ലണ്ടനിൽ പോയിട്ടുണ്ട്, ഫ്രഞ്ചിൽ പോയിട്ടുണ്ട്, അങ്ങനെ പാരീസിൽ പോയിട്ടുണ്ട്, പേർഷ്യയിൽ പോയിട്ടുണ്ട്, വിവിധങ്ങളായ രാജ്യങ്ങളിൽ ഉല്ലാസയാത്ര നടത്തി. പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ പോലും മക്കത്ത് വന്നില്ല, മദീനത്ത് പോയില്ല. യൂസുഫ് നബ്ഹാനി പറയുന്നു, രാജ്യമാകെ ഉല്ലാസയാത്ര നടത്തിയ, ലോകമാകെ സഞ്ചരിച്ച മുഹമ്മദ് അബ്ദു ഒരിക്കൽ പോലും മക്കയിലോ മദീനയിലോ പോയില്ല. ഇദ്ദേഹം തികഞ്ഞ പാശ്ചാത്യ പ്രമത്തനും മതവിരുദ്ധനും മുഅ്ജിസത്ത് നിഷേധിയുമായിരുന്നു. ചന്ദ്രൻ പിളർന്ന സംഭവം ഈ മനുഷ്യൻ നിഷേധിച്ചു. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് അബൂജഹലിന്റെയും മറ്റും ആവശ്യപ്രകാരം ചന്ദ്രൻ പിളർന്ന സംഭവം ഇമാം ബുഖാരിയും മറ്റും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ചന്ദ്രൻ പിളർന്ന സംഭവത്തെക്കുറിച്ച് ഇദ്ദേഹം പറയുന്നത് അത് ശരിയല്ല, അത് ഖിയാമത്ത് നാളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്, ഇപ്പോ ചന്ദ്രൻ പിളർന്നിട്ടൊന്നുമില്ല. അങ്ങനെ മുഅ്ജിസത്ത് നിഷേധിക്കുക, ഹദീസ് നിഷേധിക്കുക, കള്ളു കുടിക്കുക, വ്യഭിചരിക്കുക, നിസ്കരിക്കാതിരിക്കുക, ഇതൊക്കെയാണ് മുഹമ്മദ് അബ്ദുവിന്റെ സ്ഥിരം പരിപാടി. ഇദ്ദേഹമാണ് കേരളത്തിലെ വഹാബിസത്തിന് നേതൃത്വം കൊടുത്തത്. അല്ലെങ്കിൽ ഇദ്ദേഹത്തിൽ നിന്ന് ആദർശം സ്വീകരിച്ചുകൊണ്ടാണ് KM മൗലവിയും EK മൗലവിയും MCC മൗലവിമാരും ഉമർ മൗലവിയും വഹാബിസം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം കേരളത്തിൽ നട്ടുപിടിപ്പിച്ചതും പ്രചരിപ്പിച്ചതും എന്ന കാര്യം സഹോദരങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. മൂന്നാമത്തെ നേതാവാരാ? റഷീദ് റിള. ഇദ്ദേഹത്തിന്റെ സ്ഥിതി എന്താ? ഇദ്ദേഹം സർവമത സത്യവാദിയായിരുന്നു. ധാരാളം വിശദീകരിക്കാനുണ്ട്, ഒരൊറ്റ ഉദാഹരണം പറയാം. റഷീദ് റിളയെക്കുറിച്ച് അല്ലാമ യൂസുഫ് നബ്ഹാനി അദ്ദേഹത്തിന്റെ അൽ ഖസീദത്തു റായിയ എന്ന ഗ്രന്ഥത്തിന്റെ 224-ാമത്തെ പേജിൽ വിശദീകരിക്കുന്നു. വഫീ ജുസ്ഇ ശഅബാനി മിനൽ ആമി നഫ്സിഹി ബിബൈറൂത ലിൽ ഇസ്ലാമി ഖദ് ജവ്വസൽ കുഫ്റാ അബാഹാ ലഹും അൻ യഅ്ബുദൂ ബി കനീസത്തിൻ عبادة أهلها بمدرسة كبرى
وقلده من لم يبالوا بدينهم لكيما يقول الناس إنا لهم عذرا. എന്താ പറഞ്ഞത്? ബൈറൂത്തിൽ ഒരു സ്ഥലത്ത് ഇദ്ദേഹം പോയ സന്ദർഭത്തിൽ അവിടെ മുസ്ലിമീങ്ങളും ക്രൈസ്തവ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളും ഒന്നിച്ച് ജീവിക്കുന്ന ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്ത് വെച്ച് ഇദ്ദേഹം മുസ്ലിമീങ്ങളോട് പറയുന്നു, വഫീ ജുസ്ഇ ശഅബാനി മിനൽ ആമി നഫ്സിഹി ബിബൈറൂത ലിൽ ഇസ്ലാമി ഖദ് ജവ്വസൽ കുഫ്റ. ബൈറൂത്തിലുള്ള മുസ്ലിമീങ്ങൾക്ക് ഇദ്ദേഹം കുഫ്രിയത്ത് അനുവദനീയമായി പ്രഖ്യാപിച്ചു. അബാഹാലഹും അൻ യഅ്ബുദൂ ബി കനീസത്തിൻ. ക്രിസ്ത്യൻ ചർച്ചിൽ മുസ്ലിമീങ്ങളോട് ആരാധന നിർവഹിക്കാൻ വേണ്ടി ഇദ്ദേഹം കൽപ്പിച്ചു. ക്രൈസ്തവ ചർച്ചിൽ മുസ്ലിമീങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി പോകുന്നത് ഒരു മതസൗഹാർദ്ദത്തിന്റെ ഭാഗമായാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. പക്ഷേ ഇദ്ദേഹം പറയുന്നത് ക്രൈസ്തവ ചർച്ചിൽ വെച്ച് ക്രിസ്ത്യാനികൾ ഏതൊരു ആരാധനാകർമ്മമാണോ നിർവഹിക്കുന്നതെങ്കിൽ അതേ ആരാധനാകർമ്മം മുസ്ലിമീങ്ങളോട് നിർവഹിക്കാൻ വേണ്ടി റഷീദ് റിള ആവശ്യപ്പെട്ടു. ക്രിസ്ത്യാനികൾ എന്ത് ഇബാദത്താണോ അവിടെ ചെയ്യുന്നതെങ്കിൽ അതേ ഇബാദത്ത് മുസ്ലിമീങ്ങളും ചെയ്യാൻ വേണ്ടി അദ്ദേഹം ആവശ്യപ്പെട്ടു. മാത്രമല്ല വഖല്ലദഹു മൻ ലം യുബാലു ബിദീനിഹിം. ദീനൊരു വിഷയാക്കാത്ത കുറെ ആൾക്കാരുണ്ടാവുമല്ലോ, അത് ഇന്നുണ്ടല്ലോ. ദീനൊരു വിഷയമല്ല, അങ്ങനെ മതം ഒരു വിഷയമാക്കാത്ത ആളുകൾ റഷീദ് റിളയുടെ കൽപ്പന അംഗീകരിച്ചുകൊണ്ട് ക്രിസ്ത്യൻ ചർച്ചിൽ പോയി അവരോടൊപ്പം അവരുടെ ഇബാദത്തുകളിൽ ആരാധനാകർമ്മങ്ങളിൽ പങ്കുചേരുകയും ചെയ്തു. ഇങ്ങനെ നേരത്തെ ജമാലുദ്ദീൻ അഫ്ഗാനി പ്രചരിപ്പിച്ച സർവമത സത്യവാദം കുറച്ചുകൂടി ശക്തമായി മുസ്ലിമീങ്ങൾക്ക് ക്രൈസ്തവ ആചാരവും ജൂത ആചാരങ്ങളും ഹൈന്ദവ ആചാരങ്ങളും മറ്റ് മതങ്ങളുടെ ഇബാദത്തുകളും അവരുടെ ക്ഷേത്രങ്ങളിലോ അവരുടെ ചർച്ചുകളിലോ പോയി നിർവഹിക്കാം എന്ന ഫത്വ ലോകത്താദ്യമായി കൊടുത്തത് ഒരുപക്ഷേ റഷീദ് റിളയായിരിക്കും. അദ്ദേഹമാണ് നാലാമത്തെ നേതാവ്. ഇബ്നു അബ്ദുൽ വഹാബ് എന്ന കൊലയാളിയും മുഹമ്മദ് അബ്ദു എന്ന വ്യഭിചാരിയും ജമാലുദ്ദീൻ അഫ്ഗാനി എന്ന സർവമത സത്യവാദിയും റഷീദ് റിള എന്ന് പറയുന്ന ലോകത്തെമ്മാടിയും കൂടിയതാണ് വഹാബി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ എന്ന വസ്തുത സഹോദരങ്ങളെ തികച്ചും പ്രമാണങ്ങളുടെയും ചരിത്രരേഖകളുടെയും അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയുകയാണ്. ഇതാണ് നേതൃത്വം. ഈ നേതൃത്വം ഒരു പ്രസ്ഥാനം രൂപീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നാൽ അവരെന്ത് ദൗത്യമായിരിക്കും നിർവഹിക്കുക? മദ്യപാനത്തിന്റെ വക്താക്കളായ, കൊലപാതകത്തിന്റെ വക്താക്കളായ, സർവമത സത്യവാദത്തിന്റെ വക്താക്കളായ ഒരു നേതൃത്വം ഒരു പ്രസ്ഥാനം രൂപവൽക്കരിച്ചുകൊണ്ട് രംഗത്ത് വന്നാൽ അവരെന്ത് ദൗത്യമായിരിക്കും നിർവഹിക്കുക? അതേതൊരു നിഷ്പക്ഷമതിക്കും അന്വേഷിക്കാവുന്നതും കണ്ടെത്താവുന്നതുമാണ്. ഒന്നാമതായി ഇവർ നിർവഹിച്ച ദൗത്യം മുസ്ലിമീങ്ങളെ കാഫിറാക്കുക എന്ന ദൗത്യമായിരുന്നു. മുസ്ലിമീങ്ങളെല്ലാവരും കാഫിറുകൾ, ഇവരല്ലാത്ത സർവ്വ മുസ്ലിമീങ്ങളും കാഫിർ. ഇബ്നു അബ്ദുൽ വഹാബ് എഴുതിയ ഒരു മഹാഗ്രന്ഥമാണിത്. ഇബ്നു അബ്ദുൽ വഹാബ് എന്ന വഹാബിസത്തിന്റെ പ്രസ്ഥാനത്തിന്റെ നേതാവുണ്ടല്ലോ, ആ നേതാവ് എഴുതിയ ഏറ്റവും വലിയ ഗ്രന്ഥമാണിത്. ഇതാ ഈ അത്തൗഹീദ് എന്ന പുസ്തകം. ഇനി ഇദ്ദേഹത്തിന്റെ ചില റിസാലകളുണ്ട്, ചില നോട്ടീസുകൾ, അത് ഇതിലും ചെറുതാണ്. ഇദ്ദേഹം എഴുതിയ ഏറ്റവും വലിയ പുസ്തകം അത്തൗഹീദ് എന്ന് പറയുന്ന ഈ കാണുന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ അദ്ദേഹം പല സ്ഥലത്തായി മുസ്ലിമീങ്ങളെ കാഫിറാക്കും. മുത്തുനബിയെ എന്ന് വിളിച്ചാൽ അവൻ കാഫിറാണ്. മിനശ്ശിർക്കി അൻ യസ്തഗീസ ബിഗൈരില്ലാഹി ഔ യദ്ഉവ ഗൈറഹു. അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിച്ചുകൊണ്ട് യാ റസൂലുള്ളാഹി എന്ന് വിളിക്കുന്നവൻ, ബദരീങ്ങളെ എന്ന് വിളിക്കുന്നവൻ അവൻ മുശ്രിക്കാണ് എന്ന് പറഞ്ഞ് ലോകത്തുള്ള മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളെയും കാഫിറാക്കി ചിത്രീകരിച്ചുകൊണ്ടാണ്, എഴുതി തള്ളിക്കൊണ്ടാണ്
ഇബ്നു അബ്ദുൽ വഹാബ് തന്റെ അത്തൗഹീദ് എന്ന പുസ്തകം സഹോദരങ്ങളെ രചിക്കുന്നത്. ഈ പുസ്തകത്തിന്റെ ഒരു സ്ഥലത്ത് മാത്രമല്ല, നിരവധി സ്ഥലങ്ങളിൽ ഈ മനുഷ്യൻ സർവ്വ മുസ്ലിമീങ്ങളെയും കാഫിറായി ചിത്രീകരിക്കും. അത് നേതാവിന്റെ കഥയാണെങ്കിൽ ആ നേതാവിൽ നിന്ന് സന്മാർഗം സ്വീകരിച്ചു എന്ന് പറയുന്ന കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് വെളിയങ്കോട് ഉമർ മൗലവി മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ മൊത്തക്കണക്കിന് കാഫറാക്കിയത് കാണാം. അദ്ദേഹം പറയുന്നത് മുഹിയുദ്ദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് തേടിയവൻ കാഫറാവുന്നു, അങ്ങനെ തേടാൻ ഉപദേശിക്കുന്നവനും കാഫറാവുന്നു, അതിന് വിരോധമില്ലെന്ന് പറഞ്ഞവനും കാഫറാകുന്നു. ആ വാദം ഉറപ്പിക്കാൻ വേണ്ടി ഖുർആനായത്ത് തെളിവ് കൊടുത്തവൻ 1000 വട്ടം കാഫറാകുന്നു. ഖുർആന്റെ അർത്ഥം പറയാൻ പാടില്ലെന്ന് പറഞ്ഞവൻ കാഫറാകുന്നു. അങ്ങനെയുള്ളവരോട് അസ്ലിം തസ്ലം എന്ന് പറയാൻ പാടില്ലെന്ന് പറഞ്ഞവരും കാഫറാകും. ഇത് ഇബ്നു അബ്ദുൽ വഹാബ് തുടങ്ങിയതാണ്. ഇബ്നു അബ്ദുൽ വഹാബ് മുസ്ലിം സമുദായത്തെ മൊത്തം കാഫറാക്കിക്കൊണ്ടാണ് തുടങ്ങിയത്. ആ മനുഷ്യനിൽ നിന്ന് ഹിദായത്ത് ലഭിച്ചു എന്ന് അവകാശപ്പെടുന്ന ഉമർ മൗലവി അദ്ദേഹത്തിന്റെ പത്രത്തിൽ മുസ്ലിമീങ്ങളെ മൊത്തം കാഫറാക്കി 1000 തവണ കാഫറാക്കി അവസാനം പേജ് അവസാനിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ശേഷം വഴിയേ എന്ന് പറഞ്ഞാൽ അടുത്ത ലക്കത്തിൽ കാഫറാക്കൽ തുടരും എന്ന രൂപത്തിൽ എല്ലാ ലക്കങ്ങളിലും നിരന്തരം മുസ്ലിമീങ്ങളെ മൊത്തം കാഫറാക്കുന്ന പ്രവർത്തനം ഒരു കലയായി സ്വീകരിച്ച വ്യക്തിയാണ് സഹോദരങ്ങളെ ഉമർ മൗലവിയും അദ്ദേഹം പ്രതിനിധാനം ചെയ്ത പ്രസ്ഥാനവും എന്ന കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് തീർന്നില്ല. ഇപ്പൊ അടുത്ത് ഒരു മൗലവി പ്രസംഗിച്ചു, ഹാജിമാര് മൊത്തം കാഫറുകളാണ്. അതിനെ ഫോളോ ചെയ്ത ആളുകൾ അവരൊക്കെ വളരെ മാന്യമായി ചെയ്തു. ഇന്ന് ഹജ്ജിന് ചെല്ലുന്ന പുതിയ വിഷയമായിട്ടൊന്നല്ല ഞാൻ പറയാണ്. മിനായിൽ ദുരന്തം ഉണ്ടായി അല്ലേ? ഹജ്ജിന് ഈ വർഷം ദുരന്തം ഉണ്ടായി, കുറെ ആളുകൾ മരിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടക്കൊക്കെ അവിടെ ആളുകൾ മരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ ഇസ്ലാമികമായ ഹജ്ജല്ല നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ല. അവിടെ റസൂലുള്ള ജബലുർ റഹ്മയിൽ ദുൽഹജ്ജ് 9-ന് 1,00,000-ഓളം സഹാബികളുമായി വന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഹജ്ജ് ചെയ്യാൻ വന്നു. ആ പ്രവാചകന്റെ കൂടെ ഹജ്ജിന് വന്ന 1,00,000-ലധികം വരുന്ന സഹാബികൾ അവരാരാ? മുവഹിദുകളാണ്, തൗഹീദുള്ള ആളുകൾ, നബിയിൽ നിന്ന് ഹജ്ജ് പഠിച്ച ആളുകൾ, നബി പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ, നബി കാണിച്ചതിനെ ഫോളോ ചെയ്ത ആളുകൾ. അവരൊക്കെ വളരെ മാന്യമായി ചെയ്തു. ഇന്ന് ഹജ്ജിന് ചെല്ലുന്നിടത്ത് ആരൊക്കെ വരുന്നുണ്ട്? അവിടെ അബൂജഹലുമാർ അവിടെ ഹജ്ജ് ചെയ്യുന്നു, ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു. അബൂജഹലിനെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കാൻ സമ്മതിച്ചില്ല റസൂലുള്ള അവിടെ. കാരണം എന്താ വെച്ചാൽ അതുവരെ അവർ ചെയ്ത ഹജ്ജ് ശിർക്കിന്റെ ഹജ്ജാണ്. അള്ളാഹിനോടും പ്രാർത്ഥിക്കും, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. അതുകൊണ്ട് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർക്കുള്ള ഹജ്ജ്, തൗഹീദ് സ്വീകരിച്ചവർക്കുള്ള ഹജ്ജ്. തൗഹീദ് സ്വീകരിക്കാത്ത ഒരാൾക്ക് ഹജ്ജ് ഉണ്ടോ? ഇല്ല. നിസ്കാരമുണ്ടോ? ഇല്ല. സക്കാത്ത് ഉണ്ടോ? ഇല്ല. ഇവിടെ അള്ളാഹു അല്ലാത്ത മനുഷ്യൻ പറഞ്ഞത്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മക്കയിലെത്തുന്ന 10-30 ലക്ഷത്തോളം വരുന്ന ഹാജിമാരിൽ 25 ലക്ഷവും കാഫിറുകളാണ്, മുശ്രിക്കുകളാണ്, അബൂജഹലുമാരാണ്. അവരെ മാറ്റി നിർത്തിയാൽ മുസ്ലിമീങ്ങളായി ഉള്ളത് കേവലം 5 ലക്ഷം ആളുകളാണ്. അവശേഷിക്കുന്നവരൊക്കെയും കാഫിറുകളാണ്. ഇതിവര് പറയണം. അത് പറഞ്ഞെങ്കിലേ വഹാബിസം പൂർണ്ണമാകൂ. കാരണം ഇതിന്റെ തുടക്കം മദ്യപാനിയും വ്യഭിചാരിയും സർവമത സത്യവാദിയുമായ ലോകത്തമ്മാടിയിൽ നിന്നാണ്. ജമാലുദ്ദീൻ അഫ്ഗാനിയിൽ നിന്നും, മുഹമ്മദ് അബ്ദുവിൽ നിന്നും, റഷീദ് റിളയിൽ നിന്നും, ഇബ്നു അബ്ദുൽ വഹാബിൽ നിന്നും ആരംഭം കുറിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനം ഈ തോന്നിവാസങ്ങൾ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഉമർ മൗലവി മുസ്ലിമീങ്ങളെ 1000 വട്ടം കാഫറാക്കി, 10,000 വട്ടം കാഫറാക്കി. ഈ മനുഷ്യൻ മുസ്ലിമീങ്ങളിൽ നിന്ന് ലോകത്തൊട്ടാകെയുള്ള മുസ്ലിമീങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഓരോ വർഷവും മക്കയിലെത്തുന്ന സർവ്വ ഹാജിമാരും കാഫിറുകളും അബൂജഹലുമാരുമാണ് എന്ന് പരസ്യമായി പ്രസംഗിച്ചു. നമ്മുടെ ചില ആളുകൾ പറയും, മുജാഹിദ് പറയുന്നതിലും ഇച്ചിരി കാര്യമുണ്ട്.
ആ കാര്യമാണ് ഇപ്പൊ കേട്ടത്. ആ കാര്യമാണ് ഇപ്പോൾ കേട്ടത്. സഹോദരങ്ങളെ, സമയക്കുറവ് കാരണം ചിലതൊക്കെ എനിക്ക് പറയാനുണ്ട്, പക്ഷേ ഞാൻ നിയന്ത്രിക്കുകയാണ്. ഒരു കാര്യം എന്റെ മുസ്ലിം സഹോദരങ്ങൾ മനസ്സിലാക്കണം. ഈ കാഫിറാക്കൽ പ്രസ്ഥാനത്തെ സമസ്ത കേരള സുന്നി യുവജന സംഘവും SSF-ഉം വരും കാലങ്ങളിൽ പിടിച്ചു കെട്ടുക തന്നെ ചെയ്യും എന്ന കാര്യം മാത്രം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. രണ്ടാമതായി, ഈ പ്രസ്ഥാനം നിർവഹിച്ച ദൗത്യം എന്താണ്? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഗ്രഹം ആഗ്രഹിച്ചുകൊണ്ട്, പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് മദീന മുനവ്വറയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ റൗള ശരീഫ് സിയാറത്തിന് വേണ്ടി ലക്ഷക്കണക്കായ മുസ്ലിമീങ്ങൾ ഓരോ വർഷവും സഹോദരങ്ങളെ മദീന സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആ മദീന സന്ദർശനം അമ്പലത്തിൽ പോകുന്നതിലേറെ വലിയ കുറ്റമാണ് എന്നാണ് കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മുജാഹിദ് പണ്ഡിത സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന വെളിയങ്കോട് ഉമർ മൗലവി എഴുതി വെച്ചത്. കൊടിയ ശിർക്ക് എന്ന തലവാചകത്തിൽ അദ്ദേഹത്തിന്റെ സ്വന്തം പേരിൽ അച്ചടിച്ച് അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഈ മലയാള ലേഖനത്തിൽ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ ശരീഫ് സിയാറത്തിനെത്തുന്ന മുസ്ലിമീങ്ങൾ അമ്പലത്തിൽ പോയി ബിംബത്തെ പൂജിക്കുന്നതിലേറെ കടുത്ത കുറ്റമാണ്, ശിർക്കാണ് ചെയ്യുന്നത് എന്നെഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. എന്താണ് ഈ ലേഖനം എഴുതാനുള്ള കാരണം? 1984 നമ്മുടെ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രികയുടെ ഒരു എഴുത്തുകാരൻ പരിശുദ്ധ മക്കയിൽ ഹജ്ജിന് പോയി. ഹജ്ജിന് പോകുമ്പോൾ സ്വാഭാവികമായും മദീനയിൽ പോകുമല്ലോ. അദ്ദേഹം മദീനയിൽ പോയി. മദീനയിലെത്തിയപ്പോൾ അവിടെ അമേരിക്കയിൽ നിന്ന് ഹജ്ജിന് വന്ന ഒരു ഹാജിയുമായി ചന്ദ്രികയിലെ പത്രപ്രവർത്തകൻ ബന്ധപ്പെട്ടു, പരിചയപ്പെട്ടു. ഒരു അമേരിക്കൻ ഹാജി. അതൊരു കൗതുകമാണ്. കാരണം അമേരിക്ക അന്നും ഇന്നും പടിഞ്ഞാറൻ രാജ്യമാണ്, ഇസ്ലാമിക വിരുദ്ധ രാജ്യമാണ്. അതുകൊണ്ട് അമേരിക്കയിൽ നിന്നും ഹജ്ജിന് വന്ന ഈ ഹാജിയെ കണ്ട് കൗതുകം തോന്നിയ പത്രപ്രവർത്തകൻ അദ്ദേഹവുമായി മദീനയിൽ വെച്ച് ഒരഭിമുഖം നടത്തി. പ്രസ്തുത അഭിമുഖം നാട്ടിൽ തിരിച്ചെത്തി അദ്ദേഹം ചന്ദ്രികയിൽ പ്രസിദ്ധീകരിച്ചു. ചന്ദ്രികയിൽ അച്ചടിച്ചു വന്ന ആ ലേഖനത്തെ അതികഠിനമായി വിമർശിച്ചുകൊണ്ട് വെളിയങ്കോട് ഉമർ മൗലവി എഴുതിയ ലേഖനമാണ് എന്റെ കയ്യിലുള്ളത്. എന്താണ് അദ്ദേഹം പറയുന്നത്? 22/1/84 ചന്ദ്രികാ പത്രത്തിൽ പ്രശാന്തമായ മദീന നഗരം എന്ന തലവാചകത്തിലുള്ള കുറിപ്പിൽ വന്നൊരു വാചകം എന്നെ വളരെ വിഷമിപ്പിച്ചു. സമുദായത്തിൽ പടർന്നു പിടിച്ചിട്ടുള്ള ശിർക്കിന്റെ ആഴവും പരപ്പും വ്യക്തമാക്കുന്ന ഒരു വാചകമാണത് എന്നിങ്ങനെ പറഞ്ഞ് കുറെ വരികൾക്ക് ശേഷം അദ്ദേഹം പറയുന്നു, ചന്ദ്രികയിൽ വന്ന പ്രസ്തുത വാചകം ഉമർ മൗലവിയെ വല്ലാതെ വിഷമിപ്പിച്ചു കളഞ്ഞ ചന്ദ്രികയിൽ അച്ചടിച്ചു വന്ന വാചകങ്ങൾ അദ്ദേഹം എടുത്തുദ്ധരിക്കുന്നു. ബഹളമയമായ പാശ്ചാത്യ ലോകത്തിൽ നിന്നും 20 വർഷങ്ങൾക്ക് ശേഷം പ്രവാചകന്റെ അനുഗ്രഹം കാക്ഷിച്ച് വന്ന എനിക്ക് എന്നോ നഷ്ടപ്പെട്ടു പോയ ശാന്തിയാണ് ഇവിടെ ദർശിക്കാൻ സാധിച്ചത്. വിട പറയാനിരിക്കുന്ന ഒരമേരിക്കൻ തീർത്ഥാടകന്റെ പ്രതികരണമാണിത്. അമേരിക്കയിൽ നിന്ന് സമാധാനം നഷ്ടപ്പെട്ട്, സ്വസ്ഥത നഷ്ടപ്പെട്ട് ഞാൻ മദീന മുനവ്വറയിലെത്തിയപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അനുഗ്രഹം ആഗ്രഹിച്ച് മദീനയിൽ വന്ന എനിക്ക് നഷ്ടപ്പെട്ടു പോയ ശാന്തിയും സമാധാനവും തിരിച്ചു ലഭിച്ചു എന്ന് അമേരിക്കയിലെ ഹാജി ചന്ദ്രികയിലെ പത്രപ്രവർത്തകനോട് പറയുന്നു. ആ വാചകം ഉദ്ധരിച്ചതിന് ശേഷം വെളിയങ്കോട് ഉമർ മൗലവി പറയുന്നു, മാന്യ വായനക്കാരെ, പ്രവാചകന്റെ അനുഗ്രഹം കാക്ഷിക്കുക, ആഗ്രഹിക്കുക എന്നു പറഞ്ഞല്ലോ, അതാണ് ശിർക്ക്, കഠിനമായ ശിർക്ക്, ബിംബാരാധനയേക്കാളും കടുത്ത ശിർക്ക്. കാവനൂര് പട്ടണത്തിൽ നിന്ന് ഒരു മുസ്ലിം സഹോദരൻ ശബരിമലയിൽ അയ്യപ്പനെ തൊഴാൻ വേണ്ടി പോകുന്നു. ഉദാഹരണമാണ്.
മറ്റൊരു മുസ്ലിം സഹോദരൻ മദീനയിൽ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റൗള ശരീഫിലേക്ക് സിയാറത്തിന് വേണ്ടി പോകുന്നു എങ്കിൽ ഈ രണ്ട് മുസ്ലിമീങ്ങളെയും താരതമ്യം നടത്തി നോക്കിയാൽ, തട്ടിച്ചു നോക്കിയാൽ ഏറ്റവും കൂടുതൽ കുറ്റം ലഭിക്കുക അമ്പലത്തിൽ പോയ മുസ്ലിമിനല്ല, പിന്നെയോ മദീനയിൽ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്തിന് വേണ്ടി അവിടുത്തെ അനുഗ്രഹം ആഗ്രഹിച്ചുകൊണ്ട് പോയ മുസ്ലിം ചെയ്തിരിക്കുന്നത് അമ്പലത്തിൽ പോകുന്നതിലേറെ വലിയ കുറ്റമാകുന്നു എന്ന് കേരളത്തിലെ മുസ്ലിമീങ്ങളെ എഴുതി പഠിപ്പിച്ച വ്യക്തിയാണ് കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മുജാഹിദ് പൗരോഹിത്യ സഭയുടെ പ്രസിഡന്റായിരുന്ന വെളിയങ്കോട് ഉമർ മൗലവി എന്ന കാര്യം മുസ്ലിം സഹോദരങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, ഉമർ മൗലവി പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ അനുഗ്രഹം ആഗ്രഹിച്ച് മദീനയിൽ പോകുന്നവൻ കൊടിയ മുശ്രിക്കാണ്, കടുത്ത കാഫറാണ്. എന്നാൽ പരിശുദ്ധ ഖുർആൻ പറയുന്നതോ ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ ഞാൻ നിയോഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുണഗണങ്ങൾ എടുത്തു പറഞ്ഞിട്ട് അവസാനം ഖുർആൻ പറയുന്നു ബിൽ മുഅ്മിനീന, സത്യവിശ്വാസികളെ സംബന്ധിച്ച്, മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് ഈ പ്രവാചകൻ റഹീമുൻ റഊഫുൻ, കൃപ ചെയ്യുന്ന പ്രവാചകനാണ്, റഹീമുൻ അനുഗ്രഹം ചെയ്യുന്ന പ്രവാചകനാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഗ്രഹം ചെയ്യും, റസൂലുള്ളാഹി തങ്ങൾ റഹ്മത്ത് ചെയ്യും. എന്നാൽ കേരളത്തിലെ മുജാഹിദ് പണ്ഡിത സംഘടനയുടെ പ്രസിഡന്റ് പറയുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ അനുഗ്രഹം ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും മദീനയിൽ പോയാൽ അവൻ അമ്പലത്തിൽ പോകുന്നതിലേറെ വലിയ കുറ്റമാണ് ചെയ്യുന്നത്. ഏത് സ്വീകരിക്കണം മുസ്ലിമീങ്ങൾ? ഖുർആൻ സ്വീകരിക്കണോ? എങ്കിൽ വഹാബിസത്തെ പുറംകാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചേ മതിയാകും. വഹാബിസമാണോ സ്വീകരിക്കുന്നത്? എങ്കിൽ ഖുർആനിനെ തട്ടിത്തെറിപ്പിച്ചേ മതിയാകും. വഹാബിസവും ഖുർആനും കൂടി സ്വീകരിക്കാൻ നടപ്പില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഗ്രഹം ചെയ്യും. ഉമർ മൗലവി പറയുന്നത് റസൂലുള്ളാഹി തങ്ങളുടെ അനുഗ്രഹം ആഗ്രഹിച്ച് ആരെങ്കിലും മദീനയിൽ പോയാൽ അവൻ അമ്പലത്തിൽ പോകുന്നതിലേറെ വലിയ കുറ്റമാണ് ചെയ്യുന്നത്. അമ്പലത്തിൽ പോകുന്ന ഹൈന്ദവ സഹോദരങ്ങളുണ്ട്. അവരുടെ ആരാധനാകർമ്മങ്ങളെയും മതവിശ്വാസത്തെയും നാം ആദരിക്കുന്നു. പക്ഷേ ഇസ്ലാമിക വിശ്വാസപ്രകാരം അമ്പലത്തിൽ പോകുന്നതും തൊഴുന്നതും കടുത്ത കുറ്റമാണ്, മഹാപാപമാണ്. ആ പൊറുക്കപ്പെടാത്ത മഹാപാതകത്തെക്കാൾ വലിയ പാതകമാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ ശരീഫ് സിയാറത്ത് ചെയ്യുന്നത്. സഹോദരങ്ങളെ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുസ്ലിമീങ്ങളോ ലോകത്തുള്ള ഏതെങ്കിലും ഒരു മുസ്ലിമോ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ആഗ്രഹിക്കാത്ത മുസ്ലിമീങ്ങളുണ്ടോ? മദീനയിൽ മനോഹരമായ ആ പച്ചക്കുബ്ബയിൽ നോക്കി നിൽക്കാനും ആ പച്ചക്കുബ്ബയെ നോക്കി മതി വരുവോളം സലാം പറയാനും ആഗ്രഹിക്കാത്ത ഏത് മുസ്ലിമാണ് ലോകത്തുള്ളത്? അതിനുവേണ്ടി പ്രാർത്ഥിക്കാത്ത ഏത് മുസ്ലിമാണ് ലോകത്തുള്ളത്? അള്ളാഹുവിന്റെ റസൂലിന്റെ മദീന മുനവ്വറയിൽ ചെന്ന് ആ മനോഹരമായ പച്ചക്കുബ്ബയെ നോക്കി ഒന്ന് സലാം പറയണമെന്ന് കൊതിക്കാത്ത, അങ്ങനെ ആഗ്രഹിക്കാത്ത ഏതെങ്കിലും മുസ്ലിമീങ്ങളുണ്ടോ ലോകത്ത്? എന്നാൽ അങ്ങനെ ആഗ്രഹിക്കുന്നവരും അത് പ്രവർത്തിക്കുന്നവരുമായ എല്ലാ മുസ്ലിമീങ്ങളും കാഫിറുകളാണെന്നും അവര് അമ്പലത്തിൽ പോകുന്നതിലേറെ വലിയ കുറ്റമാണ് ചെയ്യുന്നതെന്നും പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തെ 6 അടി മണ്ണിൽ കുഴിച്ചു മൂടേണ്ട ഘട്ടം എന്നോ അതിക്രമിച്ചിരിക്കുന്നു എന്ന വസ്തുത സഹോദരങ്ങളെ നാം ഓർക്കുകയും ശ്രദ്ധിക്കുകയും വേണം. നിലനിൽപ്പിന് അവകാശവും അർഹതയും ഉള്ളത് മാത്രമേ നിലനിൽക്കാവൂ. അല്ലാത്തത് വേരോടെ പിഴുതെറിയപ്പെടുകയും വേരോടെ നശിപ്പിക്കപ്പെടുകയും വേണം. വഹാബിസം അത്തരമൊരു പ്രസ്ഥാനമാണ് എന്ന കാര്യം ഞാൻ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമതായി
വഹാബിസം ലോകത്ത് നിർവഹിച്ച ദൗത്യം, ലോകത്തും കേരളത്തിലും നിർവഹിച്ച ദൗത്യം കൊള്ളയും കൊലയുമായിരുന്നു. കഅബം കൊള്ളയടിച്ചവർ നോക്കൂ നിങ്ങൾ. ഈ മൊയ്ദ് മൗലവി അദ്ദേഹത്തിന്റെ ഇന്ത്യൻ മുസ്ലിങ്ങളും സ്വാതന്ത്ര്യ പ്രസ്ഥാനവും എന്ന പുസ്തകത്തിന്റെ 88ാമത്തെ പേജിൽ പറയുന്ന ചില വാചകങ്ങൾ മാത്രം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പരിപാവനമായ കഅബയിൽ ഉണ്ടായിരുന്ന വിലപിടിച്ച എല്ലാ സാധനങ്ങളും രത്നങ്ങളും നാണ്യങ്ങളും അടക്കം ചെയ്ത ഭണ്ഡാരം അധീനപ്പെടുത്തി അവ പട്ടാളക്കാർക്ക് വീതിച്ചു കൊടുത്തു. ഖബറുകളുടെ മേൽ തുർക്കികളും മറ്റും നിർമ്മിച്ചിരുന്ന ഗോപുരങ്ങളും കുബ്ബകളും പൊളിച്ചു നീക്കി. പിറ്റേ കൊല്ലം മദീന മുനവ്വറയും കൈവശപ്പെടുത്തി. അവിടെയും മക്കയിൽ ചെയ്തതുപോലെയുള്ള പ്രവർത്തികൾ ചെയ്തു. ഖബറുകളിലെ കുബ്ബകൾ പൊളിച്ചത് വലിയ എതിർപ്പിന് കാരണമായി. നോക്കൂ നിങ്ങൾ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് സഹോദരങ്ങളെ, ഈ മൊയ്ദ് മൗലവി അദ്ദേഹത്തിന്റെ ഇന്ത്യൻ മുസ്ലിങ്ങളും സ്വാതന്ത്ര്യ പ്രസ്ഥാനവും എന്ന പുസ്തകത്തിന്റെ 88ാമത്തെ പേജിൽ ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. സമയക്കുറവ് കാരണം അത് വിശദമായി വായിക്കുവാൻ ഞാൻ തുനിയുന്നില്ല. ഈ പുസ്തകത്തിന്റെ വിവിധ പേജുകളിൽ കഅബാലയം കൊള്ളയടിച്ചതായും മദീനയിൽ ഒരുപാട് ഖബറുകൾ പൊളിച്ചതായും അതുപോലെ ഒട്ടുവളരെ മുസ്ലിമീങ്ങളെ കൊലപ്പെടുത്തിയതായും സഹോദരങ്ങളെ ഈ മൊയ്ദ് മൗലവിയും അതുപോലെ ധാരാളം ഗ്രന്ഥങ്ങളിൽ വഹാബിസത്തിന്റെ ചരിത്രം എഴുതിയ മുഴുവൻ പണ്ഡിതന്മാരും വിശദീകരിച്ചിട്ടുണ്ട്. ഈ കാര്യം പറയുമ്പോൾ ഏതോ സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാർ എഴുതിയതാണ് ഈ ചരിത്രം എന്ന തെറ്റിദ്ധാരണ വേണ്ട. ഈ മൊയ്ദ് മൗലവി അഹ്ലുസുന്നയുടെ ആരുമല്ല. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ വിശ്വചരിത്രാവലോകം എന്ന പുസ്തകത്തിൽ വഹാബിസത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. അവര് കഅബം കൊള്ളയടിച്ചതായി പറയുന്നുണ്ട്, ഖബറുകൾ പൊളിച്ചു മാറ്റിയതായി പറയുന്നുണ്ട്, മുസ്ലിമീങ്ങളെ കൊല ചെയ്തതായി പറയുന്നുണ്ട്. അങ്ങനെ തികച്ചും രക്തരൂക്ഷിതമായ ഒരു വിപ്ലവത്തിലൂടെയാണ് സൗദി അറേബ്യയിൽ വഹാബിസം പിടിമുറുക്കിയതെന്നും അങ്ങനെയാണ് ആ രാജ്യത്ത് തങ്ങളുടെ അധികാരം സ്ഥാപിച്ചതെന്നും നെഹ്റു ഉൾപ്പെടെയുള്ള ചരിത്ര പണ്ഡിതന്മാരും വഹാബിസത്തിന്റെ ചരിത്രം എഴുതിയ ആ പ്രസ്ഥാനത്തിലെ തന്നെ ചരിത്രകാരന്മാരും സഹോദരങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർബല പട്ടണം ഒട്ടുവളരെ മക്കാമുകളും ഒത്തിരി ജാറങ്ങളും മുസ്ലിം ശ്മശാനങ്ങളും വളരെയേറെ ഉണ്ടായിരുന്ന കർബല പട്ടണം. ആ കർബല പട്ടണത്തിൽ 10,000 അംഗങ്ങളുള്ള വഹാബി സൈന്യം ഇരച്ചു കയറുകയും കർബല പട്ടണത്തിലുള്ള മുസ്ലിമീങ്ങളെ മൊത്തവും കൊന്നൊടുക്കി. അവിടെ ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള മഹാന്മാരുടെ ഖബറിന്റെ മുകളിൽ സ്ഥാപിക്കപ്പെട്ടിരുന്ന കുബ്ബകളും ജാറങ്ങളും അവര് പൊളിച്ചു നീക്കി എന്ന് വഹാബിസത്തിന്റെ ചരിത്രം എഴുതിയ എല്ലാ പണ്ഡിതന്മാരും വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ജാറം പൊളിക്കുക, മുസ്ലിമീങ്ങളെ കൊല്ലുക, കൊള്ളയടിക്കുക, ഇതൊക്കെ ചെയ്തുകൊണ്ടാണ് കേരളത്തിലും അതുപോലെ തന്നെ ആഗോളതലത്തിലും സഹോദരങ്ങളെ വഹാബിസം അതിന്റെ അടിവേറുറപ്പിച്ചിട്ടുള്ളത് എന്ന കാര്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. മുസ്ലിമീങ്ങളെ കൊല്ലുക എന്നുള്ള പ്രവൃത്തി നമ്മുടെ കേരളത്തിലെ വഹാബികൾക്കും അങ്ങനെ ഒരു കൊതിയുണ്ട്, ഒരു ആഗ്രഹം. നടന്നിട്ടില്ല. നടക്കാതിരിക്കാൻ വേറെ പല കാരണങ്ങളുമുണ്ട്. ഇത് നോക്കൂ നിങ്ങൾ, കേരളത്തിലെ വഹാബിസത്തിന്റെ മുഖപത്രം അൽമനാർ മാസിക 1981 ഒക്ടോബറിലൊക്കെ നേർച്ചകൾ എന്ന തലവാചകത്തിൽ സഹോദരങ്ങളെ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ ലേഖനത്തിൽ പറയുന്നത്, ഖബറുകൾക്ക് നേർച്ച നേരുന്നതിൽ ഫലമുണ്ടെന്നും പ്രതിഫലമുണ്ടെന്നും വിശ്വസിക്കുന്നവൻ വിഡ്ഢിയും വഴിപിഴച്ചവനുമാകുന്നു. അള്ളാഹുവിന്റെ അടുക്കലേക്ക് ആവശ്യപൂരണത്തിന് തന്മൂലം വഴി തുറക്കുമെന്നും വിഷമങ്ങളെ അത് നീക്കുമെന്നും സുഖസൗകര്യങ്ങൾക്ക് വഴി തുറക്കുമെന്നും ആയുസ്സിനെ സംരക്ഷിക്കുമെന്നും ഒക്കെ വിശ്വസിക്കുന്നവൻ അവിശ്വാസിയും മുശ്രിക്കുമായിരിക്കും. അവനെ കൊല്ലൽ നിർബന്ധമാണ്. മക്കാമിലേക്ക് പോകുന്നവനെ കൊല്ലൽ നിർബന്ധമാണ്. അവിടെ നേർച്ച നടത്തുന്നവനെ കൊല്ലൽ നിർബന്ധമാണ്.
ഇങ്ങനെ അഹ്ലുസുന്നത്തി വൽ ജമാഅ നടത്തുന്ന എല്ലാ കർമ്മങ്ങളും വ്യക്തമായി സൂചിപ്പിച്ചുകൊണ്ട് അത് നടത്തുകയും പ്രവർത്തിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും കൊല്ലൽ നിർബന്ധമാണ് എന്ന് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം അവരുടെ മുഖപത്രമായ അൽമനാർ 1981 ഒക്ടോബർ ലക്കത്തിൽ സഹോദരങ്ങളെ അതിന്റെ മുഖലേഖനത്തിൽ തന്നെ പറയുന്നു. അപ്പോൾ വഹാബിസം നിർവഹിച്ച പ്രധാനപ്പെട്ട ചില ദൗത്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഒന്നാമതായി മുസ്ലിമീങ്ങളെ കാഫിറാക്കുക, രണ്ടാമതായി മുസ്ലിമീങ്ങളെ കൊലപ്പെടുത്തുക, മൂന്നാമതായി മുസ്ലിം ജാറങ്ങൾ പൊളിക്കുക. മക്കത്തും മദീനത്തും എന്താ ജാറല്ലാത്തതെന്ന് വഹാബികൾ ചോദിക്കാറുണ്ട്. എന്താ കാരണം? ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ഇബ്നു അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിലുള്ള വഹാബി സൈന്യം മക്കയിലും മദീനയിലും ഉണ്ടായിരുന്ന നിരവധി ജാറങ്ങൾ സഹോദരങ്ങളെ തകർക്കുകയും പൊളിക്കുകയും ചെയ്തു. അതുകൊണ്ട് അവസാനിച്ചില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ റൗള ഷരീഫ് വഹാബികൾക്ക് അധികാരം കിട്ടിയാൽ തകർക്കുമെന്ന് കേരളത്തിലെ വഹാബികൾ ഇപ്പോഴും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ വഹാബികൾക്ക് സൗദി അറേബ്യയിൽ അധികാരം കിട്ടിയാൽ ആദ്യം ചെയ്യുന്ന പ്രവർത്തനം എന്തായിരിക്കും? അള്ളാഹുവിന്റെ റസൂലിന്റെ റൗള ഷരീഫിന്റെ മുകളിലുള്ള മനോഹരമായ പച്ചക്കുബ്ബ തകർത്ത് മുഹമ്മദ് നബിയുടെ ഖബർ പൊളിച്ച് അത് മദീന പള്ളിയുടെ പുറത്തേക്ക് മാറ്റി സ്ഥാപിക്കുക എന്ന പുണ്യകർമ്മമായിരിക്കും ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ ആദ്യമായി ഞങ്ങൾ ചെയ്യുക എന്ന് കേരളത്തിലെ മുജാഹിദ് പണ്ഡിത സംഘടനയുടെ ഉത്തരവാദപ്പെട്ട വ്യക്തി എന്ന് പരിചയപ്പെടുത്തപ്പെടുന്ന സക്കരിയ സലാഹി പ്രസംഗിക്കുന്നത് നിങ്ങൾ നോക്കൂ. ഇത് തെറ്റാണെന്നും ജാറം മുസ്ലിം സമുദായത്തിന് ആപത്താണെന്നും ഈ നാട്ടിലെ ജനങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളാണ്. റസൂലുള്ളാഹിന്റെ ഖബർ പൊളിച്ചിട്ടില്ല. ഖബറിന്റെ ചുറ്റുമുള്ള വീട് മോടി പിടിപ്പിക്കലും അതിന്റെ മേലത്തെ ആളുകൾ പച്ചക്കൊപ്പ കൊണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അത് പൊളിച്ചു കളയാൻ സൗദി ഗവൺമെന്റിന് ധൈര്യമില്ല എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് കേരള നേതൃത്വത്തിൽ മുജാഹിദീന് സൗദിയുടെ ഭരണം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം ആ പച്ചക്കൊപ്പ തകർക്കുന്നതും റസൂലുള്ളാഹിന്റെ ഖബറിനെ പള്ളിക്ക് പുറത്താക്കിക്കൊണ്ട് മസ്ജിദിന്റെ പുനർനിർമ്മിക്കുന്നതുമാണ്. യാതൊരു സംശയവും വേണ്ട. ഇൻഷാ അല്ലാഹ് കേരള നേതൃത്വത്തിൽ മുജാഹിദീന് സൗദിയുടെ ഭരണം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം ആ പച്ചക്കുപ്പ തകർക്കുന്നതും റസൂലുള്ളാഹിന്റെ ഖബറിനെ കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം ആ പച്ചക്കുപ്പ തകർക്കുന്നതും. അള്ളാഹുവിന്റെ റസൂലിന്റെ റൗള ഷരീഫ് മുജാഹിദുകൾക്ക് കേരളത്തിൽ അധികാരം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം അത് തകർക്കുമെന്നാണ് സക്കരിയ സലാഹി പ്രസംഗിക്കുന്നത്. മുസ്ലിം സമുദായം എങ്ങനെ പ്രതികരിക്കണം? ഇതൊന്നും കേട്ടിട്ട് നമുക്ക് വേദന തോന്നുന്നില്ലേ? എങ്കിൽ ഈമാനിന് എന്തോ തകരാറുണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ ഷരീഫ് സന്ദർശിക്കുന്നത് അമ്പലത്തിൽ പോയി തോടുന്നതിനേക്കാൾ കടുത്ത കുറ്റമാണ് എന്ന് ഉമർ മൗലവി പറഞ്ഞു വെച്ചു. അദ്ദേഹത്തിന്റെ ശിഷ്യൻ, അദ്ദേഹത്തിന്റെ അനുയായി സക്കരിയ സലാഹി എന്ന നീചരിൽ നീചനും വൃത്തികെട്ടവരിൽ വൃത്തികെട്ടവനുമായ മനുഷ്യൻ പ്രസംഗിക്കുന്നത് കേരളത്തിലെ വഹാബികൾക്ക് സൗദി അറേബ്യയുടെ അധികാരം കിട്ടിയാൽ, ഭരണം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ ഷരീഫിന് മുകളിൽ സ്ഥാപിക്കപ്പെട്ട മനോഹരമായ ആ പച്ചക്കുബ്ബ തകർക്കുന്നതും മുഹമ്മദ് നബിയുടെ ഖബർ മദീന പള്ളിയിൽ നിന്ന് പൊളിച്ച് പുറത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയും ചെയ്യും. ഈ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിച്ച് മരിച്ചു പോകുന്ന ഒരാൾക്ക് സ്വർഗത്തിലെത്തുമെന്നോ? അത്ഭുതമാകുന്നല്ലോ. ഈ പ്രസ്ഥാനം വിശ്വസിച്ച് സ്വീകരിച്ച് ജീവിച്ച് മരിച്ചു പോകുന്നവൻ അള്ളാഹുവിന്റെ റസൂല് ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്നോ? ഭക്ഷണം കഴിക്കുന്നവരോട് സഹോദരങ്ങളെ ഇത് പറയാനോ വിശ്വസിപ്പിക്കുവാനോ സാധിക്കുകയില്ല. വഹാബിസമാണ് സ്വർഗത്തിലേക്കുള്ള പാർട്ടി എന്നാ പറയുന്നത്. സ്വർഗം ആരാ ഉദ്ഘാടനം ചെയ്യാ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, സ്വർഗം ഞാനാ ഉദ്ഘാടനം ചെയ്യാ, അല്ലേ? ആ റസൂലുള്ള ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിലേക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ തുരപ്പന്മാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷരീഫ് അടിച്ചു തകർക്കുമെന്നും മദീനയിൽ നിന്ന്, മദീന മസ്ജിദുൻ നബവിയിൽ നിന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ പൊളിച്ചിട്ട് പള്ളിയുടെ പുറത്തേക്ക് മാറ്റി സ്ഥാപിക്കുമെന്നും പറയുന്ന ഒരു പ്രസ്ഥാനത്തെ, ആ പ്രസ്ഥാനത്തിന്റെ വക്താക്കളെ അള്ളാഹുവിന്റെ പ്രവാചകൻ തുറന്നു കൊടുക്കുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ റസൂലുള്ളാഹി അനുവദിക്കുമെന്ന് വിശ്വസിക്കാൻ എന്ത് ന്യായമാണ് സുഹൃത്തുക്കളെ നമ്മുടെ മുമ്പിലുള്ളത്? ഈ പ്രസ്ഥാനത്തിൽ ചേർന്നുകൊണ്ട് സ്വർഗത്തിലെത്താമെന്നോ? സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെയും സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെയും ഈ വിചാരണാവേളയിൽ മുസ്ലിം സഹോദരങ്ങൾ നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കേണ്ട ചില കാര്യങ്ങൾ ഒരു പ്രസംഗത്തിന്റെ കെട്ടും മട്ടുമില്ലാതെ നിങ്ങളോട് എണ്ണി എണ്ണി പറയുകയാണ് ഞാൻ ചെയ്യുന്നത്. വഹാബിസത്തിൽ അകപ്പെട്ടു പോയ, ആ മതത്തിൽ വിശ്വസിക്കുന്ന ഏതെങ്കിലും സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ അവരോട് പറയുന്നു, പുനരാലോചിക്കുവാൻ സമയമായിരിക്കുന്നു സുഹൃത്തുക്കളെ. ഈ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് സ്വർഗത്തിലെത്താമെന്ന്, രക്ഷപ്പെടാമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതേറ്റവും വലിയ തെറ്റിദ്ധാരണയാണ്. ആ തെറ്റിദ്ധാരണ തിരുത്തി ഇസ്ലാമിന്റെ തറവാട്ടിലേക്ക് തിരിച്ചു വരാൻ നിങ്ങൾക്ക് സമയമായിരിക്കുന്നു എന്ന കാര്യം മാത്രം ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ആഗോളതലത്തിൽ വഹാബിസം നടപ്പിൽ വരുത്തിയ ചില പ്രധാന ദൗത്യങ്ങളാണ് ഞാൻ എണ്ണിപ്പറഞ്ഞത്. ഇനി കേരളത്തിൽ വഹാബിസം നടപ്പിൽ വരുത്തിയ ചില പൗരോഹിത്യ ആക്രമണങ്ങളുണ്ട്. അതേക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇസ്ലാമിൽ പൗരോഹിത്യമില്ല, ഇസ്ലാമിൽ വത്തിക്കാനുമില്ല, പോപ്പുമാരില്ല. ഇസ്ലാമിൽ മതം നിർമ്മിക്കുന്നത് അള്ളാഹുവാണ്. മതത്തിന്റെ നിയമങ്ങൾ പറയാനും അത് വ്യാഖ്യാനിക്കാനും അള്ളാഹുവിനും അവന്റെ പ്രവാചകനുമാണ് അധികാരം. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലുഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അഹ്സാബിന്റെ 36-ാമത്തെ വാക്യത്തിൽ ഖുർആൻ പറയുന്നു, വമാ കാന ലിമുഅ്മിനിൻ, ഒരു സത്യവിശ്വാസിക്ക് അധികാരമില്ല, വലാ മുഅ്മിനത്തിൻ, ഒരു സത്യവിശ്വാസിനിക്കും അധികാരമില്ല, ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ, അള്ളാഹുവും അവന്റെ പ്രവാചകനും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അൻ യകൂന ലഹുമുൽ ഖിയറതു, പിന്നെ ഒരു സ്വാതന്ത്ര്യം, അതങ്ങനെ ആയിക്കൂടെ, അതിങ്ങനെ ആയിക്കൂടെ. തറാവീഹ് 20 ആണെന്ന് അള്ളയും റസൂലും നിശ്ചയിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണം പറയാം, പിന്നെ അത് 8 ആയിക്കൂടെ, 11 ആയിക്കൂടെ. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം അത് വേറെ ആർക്കുമില്ല. അള്ളാഹുവും അവന്റെ റസൂലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, പിന്നെ സ്വന്തമായി ഒരു സ്വാതന്ത്ര്യം മുസ്ലിമീങ്ങൾക്കില്ല. വമൻ യഅസില്ലാഹ വറസൂലഹു, ആരെങ്കിലും അള്ളാഹുവിനും അവന്റെ റസൂലിനും മാറ് കാണിച്ചാൽ ഫഖദ് ളല്ല ളലാലൻ മുബീനാ, അവൻ വ്യക്തമായ വഴികേടിലാണ് അകപ്പെട്ടിരിക്കുന്നത് എന്ന് സൂറത്തുൽ അഹ്സാബിന്റെ 36-ാമത്തെ വാക്യത്തിൽ അള്ളാഹു പറയുന്നു. ഈ പറഞ്ഞതിന്റെ അർത്ഥം, ഇസ്ലാം മതത്തിൽ നിയമം നിർമ്മിക്കേണ്ടതും നിയമം വ്യാഖ്യാനിക്കേണ്ടതും അള്ളാഹുവും അവന്റെ റസൂലുമാണ്. ക്രൈസ്തവ മതത്തിൽ നിയമം നിർമ്മിക്കാൻ പോപ്പുമാർക്ക് അധികാരമുണ്ട്. വത്തിക്കാനിൽ നിയമങ്ങൾ ഇങ്ങനെ വരും. ആ നിയമങ്ങൾ അനുസരിച്ചാണ് പിന്നീട് കേരളത്തിലോ മറ്റോ ഉള്ള പാതിരിമാര് മതം നിർമ്മിക്കുന്നതും രൂപപ്പെടുത്തുന്നത്. ഇസ്ലാമിൽ പക്ഷെ അങ്ങനെ മതം നിർമ്മിക്കുവാനോ മതത്തിന്റെ നിയമങ്ങൾ മാറ്റിപ്രതിഷ്ഠിക്കുവാനോ ആർക്കും അധികാരമില്ല. ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബം മിൻ ദൂനില്ലാഹ് എന്ന് ക്രൈസ്തവ മതാനുയായികളെ കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്താ വാസ്തവത്തിൽ അവർ ചെയ്തത്? ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും, ക്രൈസ്തവ മതാനുയായികൾ, ജൂതമതാനുയായികൾ അവരുടെ പുരോഹിതന്മാരെ അവർ നിശ്ചയിച്ചു അർബാബൻ, റബ്ബുകളാക്കി നിശ്ചയിച്ചു, റബ്ബുകളാക്കി. പുരോഹിതന്മാരെ റബ്ബുകളാക്കി. മിന്ദൂനില്ല, അള്ളാഹുവിനെ കൂടാതെയുള്ള റബ്ബുകളാണ് പുരോഹിതന്മാർ എന്ന് ജൂതന്മാരും ക്രൈസ്തവ മതവിശ്വാസികളും പറഞ്ഞു, ആരോപിച്ചു. സഹോദരങ്ങളെ, ഈ റബ്ബുകളാക്കി എന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർ എന്താ പറയുന്നത്? പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം റാസിയും മറ്റും വിശദീകരിച്ചിട്ടുണ്ട്. ഈ റബ്ബുകളാക്ക എന്ന് പറഞ്ഞാൽ ആ പുരോഹിതന്മാർ അവരെ ആരാധിച്ചു എന്നല്ല. പിന്നെയോ ഈ പുരോഹിതന്മാർ പറയുന്ന നിയമങ്ങളെ ചോദ്യം കൂടാതെ അനുസരിച്ചു എന്നതാണ്.
പുരോഹിതന്മാര് പറയാ ഇന്ന് മുതൽക്ക് നമ്മളെ തൗഹീദ് ഇങ്ങനെയാണ്, എന്നാ ശരി, അത് ചോദ്യം ചെയ്യാതെ കുഞ്ഞാടുകൾ അനുസരിക്കുന്നു. ഇന്ന് മുതൽക്ക് നമ്മുടെ ഇബാദത്ത് ഇങ്ങനെയാണ് എന്ന് പുരോഹിതന്മാർ പറയുമ്പോൾ ഇടവകയിലെ ഒരു കുഞ്ഞാടും അത് ചോദ്യം ചെയ്യൂല, അത് ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നു. ഇതാണ് പൗരോഹിത്യം. സമയക്കുറവ് കാരണം ഞാൻ അത് വായിക്കുന്നില്ല. ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും എന്ന പരിശുദ്ധ ഖുർആൻ വാക്യത്തിന്റെ സൂറത്തു തൗബയുടെ ഈ വാക്യത്തിൽ 31ാമത്തെ വാക്യത്തിൽ സഹോദരങ്ങളെ ഇമാം റാസി അതിന്റെ 8ാമത്തെ വാള്യം ഈ 38ാമത്തെ പേജിൽ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതായി പറയുന്നുണ്ട്. ഒരു ജൂതൻ വന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുന്നു, എന്താ ഖുർആൻ ഇങ്ങനെ പറയാൻ കാരണം? ഖുർആൻ എന്താ ഇങ്ങനെ പറയാൻ കാരണം? ഞങ്ങൾ പുരോഹിതന്മാരെ അല്ലെങ്കിൽ ഞങ്ങളുടെ പണ്ഡിതന്മാരെ ഞങ്ങൾ ഒരിക്കലും ദൈവങ്ങളാക്കുന്നില്ലല്ലോ, റബ്ബുകളാക്കുന്നില്ലല്ലോ. പിന്നെ എന്താണ് ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബം മിൻ ദൂനില്ലാഹ്, അല്ലാഹനെ വിട്ടുകൊണ്ട് റബ്ബുകളാക്കി എന്ന് പറയാനുള്ള കാരണം എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി, നിങ്ങൾ അവര് പറയുന്ന ഹലാലുകളെ ഹലാലുകളായും ഹറാമുകളെ ഹറാമുകളായും അംഗീകരിക്കുന്നില്ലേ? അവരൊരു കാര്യം, അള്ളാഹു അനുവദിച്ച ഒരു കാര്യം ഹറാമാണ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ? അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യം അനുവദനീയമാണെന്ന് അവർ പറഞ്ഞാൽ അതും നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ? അതെ, അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ അത് തന്നെയാണ് ആ ആയത്തിൽ പറയുന്ന ഇബാദത്ത്. അത് തന്നെയാണ് പുരോഹിതന്മാരെ റബ്ബുകളാക്കുക എന്ന് പറഞ്ഞാൽ ആ പുരോഹിതന്മാർ പറയുന്ന മതപണ്ഡിതന്മാര് പറയുന്ന ഹലാല് ഹറാമുകളെ ആസ്ഥാനത്ത് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ അനുവദനീയമല്ലാത്ത ഒരു കാര്യം പുരോഹിതന്മാർ അനുവദനീയമാണ് എന്ന് പറയുമ്പോൾ അത് ചോദ്യം ചെയ്യാതെ അനുസരിക്കുക. ഇസ്ലാമിൽ ഹറാമായ ഒരു കാര്യം അനുവദനീയമാണ് എന്ന് പറയുമ്പോൾ അതും, അനുവദനീയമായ ഒരു കാര്യം ഹറാമാണ് എന്ന് പറയുമ്പോൾ അതും ചോദ്യം ചെയ്യാതെ അനുസരിക്കുക. ഇതാ പൗരോഹിത്യം. അതാണ് ഈ ആയത്തിന്റെ അർത്ഥമെന്ന് നോക്കൂ നിങ്ങൾ. വഹാബികൾ പ്രസിദ്ധീകരിക്കുന്ന വിശുദ്ധ ഖുർആൻ വിവരണം മുജാഹിദ് സെന്ററിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഈ ഗ്രന്ഥം സഹോദരങ്ങളെ അമാനി മൗലവി എഴുതിയ ഗ്രന്ഥമാണ്. ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബം മിൻ ദൂനില്ലാഹ് എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം പറയുന്നു, അവർ അവരെ റബ്ബുകളാക്കി എന്ന് പറഞ്ഞത് ഇമാം റാസിയും മറ്റും ചൂണ്ടിക്കാട്ടിയതുപോലെ അവർ അവരെ ദൈവങ്ങളാക്കി അവർക്ക് ആരാധന നടത്തി വന്നിരുന്നു എന്ന അർത്ഥത്തിലല്ല. താഴെ ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമാക്കിയതുപോലെ അവർ അവർക്ക് മതനിയമ നിർമ്മാണാധികാരം വകവെച്ചു കൊടുക്കുകയും അവർ നിർമ്മിക്കുന്ന നിയമങ്ങൾ അവർ തങ്ങളുടെ യഥാർത്ഥ മതനിയമങ്ങളായി അംഗീകരിച്ചു പോരുകയും ചെയ്തുവെന്ന അർത്ഥത്തിലാകുന്നു. വിശദമായി വിശദീകരിച്ച് പഠിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രസംഗത്തിന് ഞാൻ ശാരീരികമായ അവശനാണ്, അതോടൊപ്പം സമയമല്ല. ഇപ്പോ അമാനി മൗലവി പറഞ്ഞ എന്താ, മതനിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം പുരോഹിതന്മാർക്ക് വകവെച്ച് കൊടുത്തതിനെ കുറിച്ചാണ് ആ പുരോഹിതന്മാരെ അവര് റബ്ബുകളാക്കി എന്ന് പറഞ്ഞത്. അത് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം റാസി ഉദ്ധരിക്കുന്നത്. മതനിയമങ്ങൾ ഉണ്ടാക്കുക, ഉള്ള നിയമങ്ങൾ മാറ്റുക, ഇതിനാണ് പൗരോഹിത്യം എന്ന് പറയുന്നത്. ആ പൗരോഹിത്യമാണ് ക്രൈസ്തവ മതത്തെ നശിപ്പിച്ചത്. ആ പൗരോഹിത്യമാണ് ജൂതമതത്തെ നശിപ്പിച്ചത്. ജൂതമതം മൂസാ നബി അലൈഹിസ്സലാം പ്രചരിപ്പിച്ച മതമാണ്. ക്രൈസ്തവ മതം ഈസാ അലൈഹിസ്സലാം പ്രചരിപ്പിച്ച മതമാണ്. പക്ഷെ പിന്നീട് അത് നശിപ്പിക്കപ്പെടാനുള്ള കാരണം പ്രവാചകന്മാരുടെ വിയോഗത്തിന് ശേഷം പുരോഹിതന്മാർക്ക് സർവാധിപത്യം ലഭിച്ചു. പുരോഹിതന്മാർ അവരുടെ താൽപര്യാനുസൃതം മത നിയമങ്ങളെ നിർമ്മിക്കുകയും ചില നിയമങ്ങളെ സംഹരിക്കുകയും ചെയ്തു. ചില നിയമങ്ങൾ സ്വയം ഉണ്ടാക്കുകയും മറ്റു ചില നിയമങ്ങളെ എടുത്തു കളയുകയും ചെയ്തു. അങ്ങനെയാണ് ജൂത ക്രൈസ്തവ മതങ്ങൾ സഹോദരങ്ങളെ നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ പരിശുദ്ധ ഇസ്ലാമിൽ ഒരിക്കലും പൗരോഹിത്യമില്ല. പുരോഹിതന്മാർക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള ആധിപത്യമോ നിയമനിർമ്മാണാധികാരമോ ഇസ്ലാമിലില്ല.
ഇസ്ലാമിൽ പണ്ഡിതന്മാർക്ക് പറയാം എന്ത്, നിസ്കാരത്തിന്റെ ഫർള് 14 അത് പറയാം. നിസ്കാരത്തിന്റെ ഫർള് 14 കാരണം എന്തേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പഠിപ്പിച്ചത്. അതുകൊണ്ടത് പറയാം. അത് 10 ആണെന്നോ 9 ആണെന്നോ 8 ആണെന്നോ പറയാൻ പണ്ഡിതന്മാർക്ക് അധികാരമില്ല. ഉളു മുറിയുന്ന കാര്യങ്ങൾ 4 എന്ന് പണ്ഡിതന്മാർക്ക് പറയാം. ഉളു മുറിയുന്ന കാര്യം 3 ആണെന്നോ 2 ആണെന്നോ 5 ആണെന്നോ പറയാൻ പണ്ഡിതന്മാർക്ക് അധികാരമില്ല. അപ്പോൾ ഇസ്ലാമിലുള്ള നിയമങ്ങൾ വിശദീകരിച്ചു കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക. ഇല്ലാത്ത നിയമങ്ങൾ അത് തെറ്റോ ശരിയോ എന്ന് നോക്കാതെ അംഗീകരിക്കുന്നതിനാണ് പൗരോഹിത്യം എന്ന് പറയുന്നത്. ജൂത ക്രൈസ്തവ മതവിശ്വാസികൾ അവരുടെ പുരോഹിതന്മാർ നിർമ്മിക്കുന്ന നിയമങ്ങൾ അത് തെറ്റെന്നോ ശരിയെന്നോ അന്വേഷിക്കാതെ ചോദ്യം ചെയ്യാതെ അനുസരിച്ചത് കൊണ്ടാണ് അള്ളാഹു അവരെ സംബന്ധിച്ച് പറഞ്ഞത്, നിങ്ങൾ ഈ പുരോഹിതന്മാരെ റബ്ബുകളാക്കിയിരിക്കുന്നു. എന്നാൽ അതേ പൗരോഹിത്യത്തിന്റെ മാർഗത്തിലാണ് സഹോദരങ്ങളെ വഹാബികളുള്ളത്. വഹാബികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ പുരോഹിതന്മാർ, പണ്ഡിതന്മാർ, പണ്ഡിത സംഘടന, ഞങ്ങൾ പറയുന്നത് തെറ്റോ ശരിയോ എന്ന് നിങ്ങൾ നോക്കേണ്ടതില്ല. തെറ്റായാലും ശരിയായാലും നിങ്ങൾ അത് അനുസരിച്ചോളണം. തെറ്റാണെങ്കിൽ അതിന്റെ പാപം, അതിന്റെ കുറ്റം ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം. നോക്കൂ, നിങ്ങൾ പോപ്പിന്റെ അതേ ശബ്ദം, വത്തിക്കാനിൽ നിന്ന് പോപ്പിന്റെ അതേ ശബ്ദം, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അനുസരിച്ചോളാം. അത് തെറ്റോ ശരിയോ എന്ന് അന്വേഷിക്കേണ്ടതില്ല. തെറ്റാണെങ്കിൽ ആ പാപഭാരം ഞങ്ങൾ പേറിക്കൊള്ളാം. കേരള നദ്വത്തുൽ മുജാഹിദീന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയപ്പെടുന്ന കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത പൗരോഹിത്യ സഭയുടെ സംസ്ഥാന അധ്യക്ഷൻ ടി.പി. അബ്ദുൽ കോയ മദനി പ്രസംഗിക്കുന്നത് നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ. ബഹുമാനായ ടി.പി. അബ്ദുൽ കോയ മദനി നമ്മോട് സംസാരിക്കുന്നു. നേരെ മറിച്ച് സംഘവും നേതൃത്വം പറയുന്നതിനെ ധിഖരിച്ചവർ അത് പ്രവാചകന്റെ അനുയായികളുടെ മാർഗമല്ല. സഹോദരങ്ങളെ, ഇദ്ദേഹത്തിന് ഈ അധികാരം കൊടുത്തത്